രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 43-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 4-ാമത്തെ സമ്മേളനത്തെക്കുറിച്ചാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 4-ാമത്തെ സമ്മേളനം ആരംഭിക്കുന്നത് 1965 സെപ്റ്റംബർ 14-ാം തീയതിയാണ്. 4-ാമത്തെ സമ്മേളനം അവസാനിക്കുന്നത് 1965 ഡിസംബർ 8-ാം തീയതിയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 4-ാമത്തെ സമ്മേളനം അവസാനിക്കുന്നതോടുകൂടി 1962 ഒക്ടോബർ 11-ാം തീയതി ആരംഭിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഔദ്യോഗികമായിട്ട് അവസാനിച്ചു. അവസാന ദിവസം പോൾ ആറാമൻ മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആഘോഷമായ ദിവ്യബലി അർപ്പിച്ചു. കൗൺസിൽ അവസാനിച്ചതോടെ സഭാപിതാക്കന്മാരെല്ലാം അവരുടെ രൂപതകളിലേക്ക് അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി. കൗൺസിലിൻ്റെ ചൈതന്യം അവർ പ്രചരിപ്പിച്ചു. കൗൺസിലിൻ്റെ ചൈതന്യത്തോടെ അൽമായരും വൈദികരും മെത്രാന്മാരും മാർപ്പാപ്പയോട് ചേർന്ന് നമ്മളാണ് സഭ, നമ്മൾ ഒരുമിച്ച് സഭ എന്ന ചിന്തയിൽ സഭയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും സഭാകാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാനും സഭയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറായി. അങ്ങനെ 2024 സിനഡിൽ സിനഡാലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്തതുപോലെ ആ സിനഡാലിറ്റിയുടെ ആശയങ്ങളൊക്കെ ഒരു പരിധിവരെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആശയങ്ങൾ തന്നെയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഒരുമിച്ച് നീങ്ങുന്ന ഒരു സമീപന രീതി സഭയിൽ ഉടലെടുത്തു. സഭയിൽ വിശ്വാസികളും വൈദികരും മെത്രാന്മാരും ഒരുമിച്ച് നീങ്ങി സഭയ്ക്ക് വേണ്ടി സഭയുടെ പ്രേക്ഷിത ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങി. മാത്രമല്ല മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധം ദൃഢമായി. 1054 കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസും റോമിലെ മാർപ്പാപ്പയും പരസ്പരം സഭകളിൽ നിന്നും പുറത്താക്കിയിരുന്നു, മഹ്റോൻ ചൊല്ലിയിരുന്നു. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസായിരുന്ന അത്തനാഗോറസ് ഒന്നാമനും റോമിലെ മാർപ്പാപ്പയായിരുന്ന പോൾ ആറാമൻ മാർപ്പാപ്പയും പരസ്പരം ചൊല്ലിയിരുന്ന മഹ്റോൻ എടുത്തു കളഞ്ഞു. അവർ സഹോദരന്മാരായി പരസ്പരം അംഗീകരിച്ചു. സഭയിൽ ഉണ്ടായ പുതിയ ഉണർവ് കത്തോലിക്ക സഭയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, ക്രൈസ്തവ സമൂഹത്തിൽ ആകമാനം ഒരു ഉണർവും ഉന്മേഷവുമായി മാറി.